കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികൾ ഇദ്ദേഹം കൈക്കൊണ്ടു. ചിലരൊക്കെ കോടതിയിൽ പോയി സ്റ്റേ മേടിച്ച് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടാതെ സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത് കണ്ണൂർ സർവകലാശാലയിലായിരുന്നു. അവിടെ വൈസ് ചാൻസലറായിട്ട് വന്ന ഗോപിനാഥ് രവീന്ദ്രൻ വലിയൊരു അക്കാഡമിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമുണ്ടായി. ഈ വൈസ് ചാൻസലർക്ക് രാജിക്കത്ത് പോലും എഴുതി കൊടുക്കാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് വന്നു. സുപ്രീം കോടതി അദ്ദേഹത്തെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതുപോലെ തന്നെ SFIക്ക് ഉൾപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നു. SFIയുടെ ഒരു ധീര സഖാവ് എഴുതാത്ത പരീക്ഷ പാസ്സായി എന്നൊരു ആക്ഷേപമുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു സഖാവ് ഒരു കോളേജിൽ പഠിച്ച് BComന് തോറ്റിട്ട് അതേ കോളേജിൽ തന്നെ MComന് പഠിക്കുന്നു എന്ന കൗതുകകരമായിട്ടുള്ള വാർത്തയും പുറത്തു വന്നു. അത് കായംകുളം MSM കോളേജിലായിരുന്നു. അതുപോലെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ മറ്റൊരു സഖാവ്, അദ്ദേഹം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, പക്ഷേ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സന്നദ്ധനായിട്ട് കച്ച കെട്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ദിവ്യാത്ഭുതങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നു എന്നുള്ള രഹസ്യം പുറത്തു കൊണ്ടുവന്നത് ഈ ആരിഫ് ഖാൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. മാധ്യമങ്ങളും അതിനൊത്തു പരിശ്രമിച്ചു പ്രവർത്തിച്ചു എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റിയില്ല.